guys, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി third exploring ആണ്, and this is my brother and that is my cousin, and we are going to explore a nearby third in our നാട്. ഇതാണ് തോട്. ഈ തോടിൻ്റെ പേര് കാവ് മൂല എന്നാണ്. പക്ഷെ നമ്മളൊക്കെ തന്നെ കൊച്ചിലെ തൊട്ടേ പറഞ്ഞ് ഇതിനെ ഇപ്പം കാമൂല എന്നാണ് വിളിക്കുന്നത്. ഈ തോടിന് ഈ പേര് വരാൻ കാര്യം ഇതിൻ്റെ മുകളിലായിട്ടൊരു കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അങ്ങോട്ടുള്ള ഭാഗത്ത് നിന്നാണ് നമ്മുടെ അക്വേറിയത്തിൽ ഇടാനായിട്ട് മണലും അതുപോലെ തന്നെ ചെടികളും ഒക്കെ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് 1-2 ഷ്രിമ്പിനെ കൂടെ പിടിക്കണം നമ്മുടെ അക്വേറിയത്തിൽ ഇടാനായിട്ട്. പിന്നെ ഇതിന് ചുറ്റിനും കുറേ കാട്ടുചെടികളും അതുപോലെ തന്നെ റബ്ബർ എസ്റ്റേറ്റും ഉണ്ട്. ഒരു റബ്ബർ എസ്റ്റേറ്റിന് ഉള്ളിലൂടെയാണ് നമ്മുടെ ഈ തോട് ഒഴുകുന്നത് തന്നെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇപ്പം മഴയൊക്കെ പെയ്ത് ഒന്നുകൂടെ ഒന്ന് വെള്ളമായിട്ടേ ഉള്ളൂ. ഇത് വെയിലായിരുന്ന സമയത്ത് ആകെ അങ്ങ് വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. ഇത് തോടിന് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെയാണ്. ഇതവിടെയൊക്കെ കണ്ട ചെടികളാണ്. പിന്നെ നമ്മൾ നേരെ തോട്ടിലിറങ്ങി നമ്മുടെ അക്വേറിയത്തിന് വേണ്ടുന്ന ആവശ്യത്തിന് മണ്ണെടുക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് മതിയായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് കവറിലായിട്ടാണ് എൻ്റെ ബ്രദറും കസിനും കൂടെ ആ ഒരു മണൽ കളക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ മഴ പൊടിയാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ മഴ പൊടിയുന്നിങ്ങനെ കാണാം. പിന്നെ നമ്മൾ മീനെയൊക്കെ പിടിക്കാനായിട്ട് പോയി. അവർ ഇപ്പോഴും പണ്ടത്തെ രീതിയിൽ തന്നെ നമ്മുടെ തോർത്തൊക്കെ വെച്ചിട്ട് തന്നെയാണ് മീൻ പിടിച്ചത്. മീൻ എന്ന് പറയാനായിട്ട് വളരെ കുഞ്ഞ് 2-3 ഷ്രിമ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അല്ലാത്ത ഏതോ 1-2 കുഞ്ഞു മീനും. ആദ്യമൊന്നും അരിച്ചപ്പോഴൊന്നും അവർക്കൊന്നും കിട്ടിയില്ലായിരുന്നു. ചുമ്മാ കരിയില അതൊക്കെ തന്നെ ഉള്ളായിരുന്നു. പിന്നെ അവരിങ്ങനെ അരിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ഇവിടെ ഒക്കെ അരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഈ വെള്ളം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. സൺലൈറ്റൊക്കെ തട്ടിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അവിടുത്തെ വെള്ളം. അടിയിലത്തെ ആ ഒരു കല്ലും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിരുന്നു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളെങ്കിലും നമുക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു മരം പുഴുത് നമ്മൾ തോട്ടിലേക്ക് ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇതാണ് ആ മരം. അവിടെ എത്തുമ്പോൾ നമ്മൾ കുഞ്ഞു വേണമായിരുന്നു പോകാനൊക്കെ. ആ തടിയിലൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഒച്ചയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തോടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമായിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമായിരുന്നു. അപ്പം പോണ വഴിയാണ് ഇതൊക്കെ. അത്യാവശ്യം നല്ലപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. തോടിന് പാരലായിട്ടൊരു വരമ്പ് പോലെ ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ നല്ല കമ്മൽ ചെടിയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹിന്ദിയിലൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ബീർബഹൂട്ടി. അതിൽ ആ ജീവി ബീർബഹൂട്ടിയാണിത്. അതിനെയൊക്കെ കണ്ടു. പിന്നെ അത്യാവശ്യം നല്ലപോലെ കാറ്റുണ്ടായിരുന്നു. അവർ പോയ സമയത്ത് ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. പിന്നെ അവർ അരിച്ചു. എനിക്ക് തോന്നുന്നു ഇത് അരിച്ചപ്പോഴാണ് അവർക്ക് മീനെ കിട്ടിയത്. മീൻ കാണാൻ പറ്റുമോ എന്തോ, ജസ്റ്റ് ഒന്ന് ചാടുന്നുണ്ട് മീൻ. പിന്നെ നമ്മൾ മീനൊക്കെ 2-3 എണ്ണം കൂടെ അവർക്ക് അധികം കിട്ടി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറത്തെ പ്രോസസ്സായിരുന്നു ഈ ഒരു 2-3 മീനെങ്കിലും കിട്ടിയത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇതൊക്കെയാണ് ആ ഒരു പറമ്പെന്ന് പറയുന്നത്. നല്ല പോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് അവിടെ നമ്മൾ വീണ്ടും ആ തോടിൻ്റെ തുടങ്ങിയ ഭാഗത്ത് വന്നു. അവിടെ അത്യാവശ്യം നല്ലപോലെ കൈതച്ചെടിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ആങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഒരു സീനറി ഇല്ലേ, ഇതുപോലത്തെ ഒരു കൊയ്പൂണ്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഒരു വിത്തിൻ 2 ഇയേഴ്സ് അതെന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ 2 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾക്ക് കണ്ടിട്ട് പോവാം. ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഈ തോട് ഒരു കാവിനെ ബേസ് ചെയ്തിട്ടാണ് ഒഴുകുന്നതെന്ന്. അപ്പോൾ ആ ഒരു കാവ് കാണിച്ചു തരാനായിട്ട് അണ്ണ എന്നെ കൊണ്ടുപോവാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഒരു 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ കാവ് കാണിക്കാൻ കൊണ്ടുപോവാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും പോകരുത്. പണ്ടോട്ടെ എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ ഈ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുള നിൽക്കുന്നതിൻ്റെ ആ സൈഡിലായിട്ടാണ് ആ കാവ് വരുന്നത്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, പേടിച്ചിട്ടാണ്. പിന്നെ ഇത്രയാണ് അവർക്ക് കിട്ടിയ മീനുകൾ. 2-3 ഷ്രിമ്പുകളും കുഞ്ഞു 1-2 മീനുകളുമാണ്. അത്രേ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അപ്പുറത്തെ മാമൻ്റെ പെരടത്തിൽ കൂടെയൊക്കെ കയറി. ഇത് ഷോർട്ട് കട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വഴിയിലോട്ടുള്ള. പിന്നെ അണ്ണൻ ഏതോ ഒരു ചെടിയൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അത് അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോട് വ്ളോഗ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. താങ്ക് യു.